പ്രിയങ്ക ഗാന്ധി എം പി വയനാട് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ JCL വേദിയിൽ. വിവരങ്ങളുമായി ഇപ്പോൾ സുജിത്ത് വിവരങ്ങൾ. പ്രിയങ്ക ഗാന്ധി അല്പസമയം മുമ്പാണ് വയനാട് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിലെ JCL നടക്കുന്ന ജേർണലിസ്റ്റ് ക്രിക്കറ്റ് ലീഗ് നടക്കുന്ന ആ വേദിയിലേക്ക് എത്തിയിരിക്കുന്നത്. ടി സിദ്ദിഖ് MLA, IC ബാലകൃഷ്ണൻ MLA, ഒപ്പം തന്നെ KWJ ഭാരവാഹികളായിട്ടുള്ള സുരേഷ്, ഒപ്പം KP റജി ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. എന്തായാലും മിന്നുമണി ആണ് വിശിഷ്ടാതിഥിയായി എത്തിയിട്ടുള്ളത്. അതോടൊപ്പം മിന്നുമണിയുമായി സംസാരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. എന്തായാലും വയനാടിന്റെ ഉൾപ്പെടെയുള്ള ടൂറിസം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒന്നാണ് ഈ JCL എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും ഈ JCL വേദിയിലേക്ക് പ്രിയങ്ക ഗാന്ധി MP എത്തുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം ഒരുക്കുകയാണ് ഇപ്പോൾ ഇവിടുത്തെ ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലും ഒപ്പം തന്നെ അതോടൊപ്പം KWJയുടെ പ്രതിനിധികളും. അതിനുശേഷം താരങ്ങളെ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ് പ്രിയങ്ക ഗാന്ധി. താരങ്ങളെ പരിചയപ്പെട്ട ശേഷമാണ് ഇവിടെ നിന്നും മടങ്ങുകയുള്ളൂ. അതിനുശേഷം അവർ മാധ്യമങ്ങളോട് ഒരുപക്ഷെ സംസാരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. എന്തായാലും ഇവിടെ പ്രിയങ്ക ഗാന്ധി അല്പസമയം മുമ്പെത്തി. ഇപ്പോൾ ഈ സംസ്ഥാനത്തെ ഉടനീളമുള്ള മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. KWJയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ആ വേദിയിലേക്കാണ് പ്രിയങ്ക ഗാന്ധി എത്തിയത്. ഇപ്പോൾ ഇവിടെ എത്തിയ താരങ്ങളെ പരിചയപ്പെടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ ഓരോരുത്തരായി പരിചയപ്പെടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും പ്രിയങ്ക ഗാന്ധി താരങ്ങളെ പരിചയപ്പെട്ട് മനോഹരമായ കൊളകപ്പാറ മലനിരകൾക്ക് താഴെയാണ് ഈ കൃഷ്ണഗിരി സ്റ്റേഡിയം. ഇത് KCAയുടെ കീഴിലുള്ള സ്റ്റേഡിയമാണ്. ഈ സ്റ്റേഡിയത്തിലാണ് പ്രിയങ്ക ഗാന്ധി എത്തിയിട്ടുള്ളത്. എന്തായാലും വലിയ സ്വീകാര്യത ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. കാരണം എന്താ വെച്ചാൽ ഇവിടെ അത്രമാത്രം താരങ്ങളുണ്ട്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ജേർണലിസ്റ്റ് എല്ലാവരും മാറ്റുരയ്ക്കുന്ന മത്സരവേദി കൂടിയാണിത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഉള്ള ഒരു പങ്കാളിത്തം ഇവിടെയുണ്ട്. KCAയുടെ സഹകരണത്തോടു കൂടിയാണ് ഈ ഒരു ടൂർണമെന്റ് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട മത്സരങ്ങളെല്ലാം തന്നെ നടക്കുന്ന സ്റ്റേഡിയമാണിത്. സജ്ജനയും അതോടൊപ്പം തന്നെ മിന്നുമണിയും ഉൾപ്പെടെയുള്ള താരങ്ങളെ വാർത്തെടുത്ത സ്റ്റേഡിയമാണിത്. ഇന്ത്യക്ക്, രാജ്യത്തിന് തന്നെ ജോഷിലെ അടക്കമുള്ള 3 പ്രധാനപ്പെട്ട വനിതാ താരങ്ങളെ കൂടി സംഭാവന ചെയ്ത സ്റ്റേഡിയമാണിത്. ആ സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ ഈ ടൂർണമെന്റ് നടക്കുന്നത്. എന്തായാലും വയനാട് പ്രസ് ക്ലബിന്റെ ആതിഥേയത്വത്തിലാണ്, വയനാട് KWJ ജില്ലാ ഘടകത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തം ഇവിടെ ഉറപ്പാക്കുന്നു. അത് വലിയ രീതിയിൽ തന്നെ ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആ ഒരു ആളുകളെ കാണുക, അതായത് ഈ മത്സരത്തിന്റെ ഭാഗമായുള്ള താരങ്ങളെ കാണുക എന്നുള്ളത് തന്നെയാണ്. ഈ താരങ്ങളെല്ലാവരും മാധ്യമ പ്രവർത്തകർ തന്നെയാണ്. വിവിധ പത്രമാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ കൂട്ടായ്മയാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു വലിയ മാനം കൂടിയുണ്ട്. അത് എല്ലാ വർഷവും സമാനമായ രീതിയിൽ തന്നെ ടൂർണമെന്റ് സംഘടിപ്പിക്കാറുണ്ട്. ആ സംഘടിപ്പിക്കുന്ന ടൂർണമെന്റുകളുടെ അതിന്റെ തുടർച്ചയായാണ് ഇക്കുറി വയനാടാണ് ആതിഥേയത്വം വഹിക്കുന്നത്. അതിൽ 24-ലെ അടക്കം ആളുകൾ, 24-ലെ പ്രതിനിധികൾ അടക്കമുള്ളവർ ഈ മത്സരത്തിന്റെ ഭാഗമാണ്. രഞ്ജു മത്തായി അടക്കമുള്ളവർ ഈ എറണാകുളം ടീമിന്റെ ഭാഗമായി ഇറങ്ങുന്നുണ്ട്. അത്തരത്തിൽ വിവിധ ടീമുകളുടെ ഭാഗമായി ഇറങ്ങുന്ന കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ അടക്കമുള്ളവരുണ്ട്. അങ്ങനെ 24-ന്റെ ഭാഗമായ ആളുകൾ പോലും ഈ ടൂർണമെന്റിന്റെ ഭാഗമായി പങ്കെടുക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്തായാലും ഇവിടെ പ്രിയങ്ക ഗാന്ധി അല്പസമയം മുമ്പ് എത്തി. അതിനുശേഷം അവർ വിശിഷ്ട വ്യക്തികൾ കണ്ടു. ഇപ്പോൾ ടി സിദ്ദിഖ് MLA ഉണ്ട് അവർക്കൊപ്പം. അതോടൊപ്പം തന്നെ മറ്റ് IC ബാലകൃഷ്ണൻ MLA ഉണ്ട്. അവരാണ് പ്രധാനമായും ഉള്ളത്. ഒപ്പം മിന്നുമണിയുണ്ട്. മറ്റ് ആളുകൾ, ഈ നാസർ മച്ചാൻ അടക്കമുള്ള പ്രധാനപ്പെട്ട ഈ KCAയുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ട്. ഒപ്പം KWJയുടെ ഭാരവാഹികളായിട്ടുള്ള സുരേഷ് മാഷ്, ഒപ്പം തന്നെ അതോടൊപ്പം തന്നെ KP റജി അടക്കമുള്ളവർ എല്ലാവരും ഇവർക്ക് ഒപ്പം നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോൾ ഈ താരങ്ങളെ കാണുകയാണ്. ക്രിക്കറ്റ് താരങ്ങളെ നേരിട്ട് കണ്ട് അവർക്ക് ഹസ്തദാനം നൽകുകയാണ് പ്രിയങ്ക ഗാന്ധി ചെയ്യുന്നത്. ഓരോ ടീമിനെയും കണ്ടുകൊണ്ട് അവർക്ക് ഹസ്തദാനം നൽകിയ ശേഷം അവരുടെ നിന്ന് മടങ്ങും. ഇതിനുശേഷം സംസാരിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും വിവിധ പരിപാടികൾ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. 20ഓളം ഈ മാസം 20-ാം തീയതി വരെ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം വയനാട്ടിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മുൻകൂട്ടി അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രാതിനിധ്യം ഇവിടെ വിവിധ പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഈ ജേർണലിസ്റ്റ് ക്രിക്കറ്റ് ലീഗ് എന്ന ഒരു പ്രധാനപ്പെട്ട ടൂർണമെന്റ്. ആ ടൂർണമെന്റിന്റെ ഭാഗമായി ഇവിടേക്ക് മൊത്തം 14 ടീമുകൾ ഇതിന്റെ ഭാഗമാകുന്ന. ആ 14 ടീമുകളിൽ നല്ല വാശിയേറിയ വേറിട്ട മത്സരമാണ് നടന്നു പോരുന്നത്. ഇന്ന് 2ാം ദിവസമാണ്. നാളെയാണ് ടൂർണമെന്റ് സമാപിക്കുക. എന്തായാലും വലിയ
രീതിയിലുള്ള സ്വീകാര്യത ഈ ടൂർണമെന്റിന് ലഭിച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം കൂടി ഇവിടെ ഉണ്ടാകുന്നത്. നിരവധി പേർ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ ഹസ്തദാനം നൽകിയ ശേഷം കുന്നിൻ മുകളിലെ മനോഹരമായ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ ജേർണലിസ്റ്റ് ക്രിക്കറ്റ് ലീഗ് നടക്കുകയാണ്. ആ മത്സരത്തിന് മുന്നോടിയായാണ് ഇപ്പോൾ അവിടെ പ്രിയങ്ക ഗാന്ധി MP സന്ദർശനം നടത്തി താരങ്ങളെ പരിചയപ്പെട്ടത്. 24-ൽ നിന്ന് രഞ്ജു മത്തായ്, ജിതിൻ ജോയ്, ടോബി ജോൺസ് എന്നിവരും ജേർണലിസ്റ്റ് ക്രിക്കറ്റ് ലീഗിന്റെ ഭാഗമായി വിവിധ ടീമുകൾ അണിനിരക്കുന്നുണ്ട്, മത്സരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അവിടെ പ്രിയങ്ക ഗാന്ധി എത്തിയിരിക്കുന്നു. ജേർണലിസ്റ്റുകളായ ക്രിക്കറ്റ് താരങ്ങളെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി പരിചയപ്പെടുകയാണ്. ടി സിദ്ദീഖ് MLA യും പ്രിയങ്ക ഗാന്ധി അനുഗമിച്ചുണ്ട്. അതോടൊപ്പം തന്നെ KCA ഭാരവാഹികൾ, ഒപ്പം ദേശീയ താരങ്ങളായ മിന്നുമണി അടക്കമുള്ള താരങ്ങളും അവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.